You are watching Reporter Evening Show. സുജയ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. തളരില്ല, തകരില്ല, തകർക്കാൻ കഴിയില്ല. യെസ്, വെരി ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സൂര്യോദയ ബഡ്ജറ്റിന്റെ വിശകലനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി 1 മണിക്കൂർ നേരം ബഡ്ജറ്റിനെ നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യും. സൂര്യോദയം, അതെ. സൂര്യാസ്തമയം അസ്തമിക്കാതിരിക്കാൻ ഉദിക്കേണ്ടിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നു. അതെ, വെല്ലുവിളികളിൽ നേരിടുമ്പോഴും ഇരുണ്ട കാലഘട്ടത്തിൽ സൂര്യോദയമായി പ്രതീക്ഷയാകുന്നുണ്ടോ ബഡ്ജറ്റ്? അതല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ വെറും വാചകമടി മാത്രമാണോ? നോക്കാം. വാചകമടി മാത്രമല്ല, ചില കാര്യങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. നോക്കാം, ആഴത്തിൽ വിശകലനം ചെയ്യാം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇന്ന് കവിതയിൽ ബാലഗോപാൽ തന്റെ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റായിരുന്നു. 2.5 മണിക്കൂർ. എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത അതേ കെ.എൻ. ബാലഗോപാൽ സ്വകാര്യ സർവകലാശാലയ്ക്ക് കേരളത്തിലേക്ക് അനുമതി നൽകുന്ന ബഡ്ജറ്റ് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഈ ബഡ്ജറ്റിന്. കാലം കാത്തുവെച്ച കാവ്യനീതിയാകാം. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചും പുതിയ സ്കീമുമായി ജീവനക്കാരെ അനുനയിപ്പിച്ചും ഒരു നവകേരള ബഡ്ജറ്റ്, സൂര്യോദയ ബഡ്ജറ്റ്. റബ്ബറിന്റെ താങ്ങുവിലയിൽ കർഷകരെ താങ്ങാതെയും ആരോഗ്യമേഖലയെ താങ്ങി നിർത്തിയും ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ്. 10 രൂപ മാത്രമാണ് താങ്ങുവിലയിൽ കൂടുതലായി വരുന്നത്. 180 സീൽ ചെയ്തിരിക്കും. അതെ, 250 എന്നുള്ളതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. പക്ഷേ 170 നിന്ന് 180 എത്തിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, ബജറ്റ് സൂര്യോദയമോ? അതിഥികളായി നമുക്കൊപ്പം CPM ൽ നിന്നും CS സുജാത, BJP യിൽ നിന്ന് സന്ദീപ് വാര്യർ, സാമ്പത്തിക നിരീക്ഷകനായ ആദികേശവൻ, ഒപ്പം നിർമ്മല എബ്രഹാമും. അതെ, നമുക്ക് ആദ്യം സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം നമുക്ക് CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികളിലേക്ക് എത്താം. ആദ്യം ആദികേശവനിലേക്ക്. ശ്രീ ആദികേശവൻ, ഈ ബജറ്റ് വ്യത്യസ്ത തരത്തിൽ ഇപ്പോൾ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞു. ഒന്ന്, യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് എന്ന് പ്രതിപക്ഷം പറയുന്നു. മറ്റൊന്ന്, വെല്ലുവിളികൾ നിറഞ്ഞ ഇരുണ്ട കാലത്തെ സൂര്യോദയ ബഡ്ജറ്റാണ് എന്ന് സൺറൈസ് സെക്ടേഴ്സിനെ സൂചിപ്പിച്ചുകൊണ്ട് സർക്കാരും പറയുന്നു. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശ്രീ ആദികേശവൻ ഈ ബഡ്ജറ്റിനെ? കുറേ പ്രഖ്യാപനങ്ങൾ, കുറേ പ്ലാൻസ്, കുറേ ഈ ഡിസിഷൻസ് ഗവൺമെൻറ് എടുക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന ഒരു ഭാഗത്തുണ്ടാവും. മറുഭാഗത്ത് കണക്കുകളും ഉണ്ടാവും. വരവ് ചെലവ് കണക്കാണല്ലോ ബഡ്ജറ്റ്. അപ്പോൾ ആ തരത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റ് കുറേയധികം ബിഗ് ടിക്കറ്റ് പ്രഖ്യാപനങ്ങളുണ്ട്. അതെല്ലാം സ്വാഗതാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. അതായത് 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് വരുത്തുവാനായിട്ട് ശ്രമിക്കും. പിന്നെ ടൂറിസം മേഖല, സ്വകാര്യ നിക്ഷേപം, ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ, ചൈനീസ് മോഡൽ എന്ന് പറയുകയുണ്ടായി. പിന്നെ 3 ഹബ്ബുകളുടെ കാര്യവും പറഞ്ഞു. അതായത് വിഴിഞ്ഞം ഒരു ഹബ്ബായിട്ട് മാറ്റും. അതിന് ചുറ്റും ഏകദേശം 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിയുടെ ആവശ്യം വരും. കാരണം കമേഴ്ഷ്യൽ കോംപ്ലക്സ്, റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അങ്ങനെ ഒരു ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറും. പിന്നെ കെയർ ഹബ്ബായിട്ട് വയോധികരുടെ ക്ഷേമം അല്ലെങ്കിൽ വയോധികരെ നോക്കാനായിട്ടുള്ള ആവശ്യം കേരളത്തിൽ വേണ്ടി വരും. അതൊരു പുതിയ ഐഡിയയാണ്, കെയർ ഹബ്ബായിട്ട് വരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിദേശ യൂണിവേഴ്സിറ്റികളെ വരെ എക്സാമിൻ ചെയ്യും എന്നാണ് ധനമന്ത്രി പിന്നീട് വിശദീകരിച്ചത്. അങ്ങനെയുള്ളൊരു സമീപനം, അതിനോട് നമുക്കൊന്നും വിയോജിപ്പേയില്ല. ഇതെല്ലാം ഞാനൊരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. അതായത് ഈ വികസനത്തിന് വേണ്ടുന്ന വിഭവം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിൽക്കുന്നു. അതിന് ആരെങ്കിലും ഉത്തരം തരുന്നുണ്ടെങ്കിൽ ഞാനത് ബിലീവ് ചെയ്യാൻ തയ്യാറാണ്. ശരി, നമുക്ക് ഈ ചർച്ചയുടെ ഘട്ടത്തിൽ സുജാത അടക്കമുള്ളവരുണ്ട്. വിഭവം എവിടെ നിന്ന് കണ്ടെത്തും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സെന്റൻസ് കൂടി പറഞ്ഞോട്ടെ അരുൺ. പറഞ്ഞോളൂ. ഓ, താങ്ക് യു. അതായത് ബഡ്ജറ്റിൻ്റെ തോത്, നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ സൈസ് 2021-22 1,63,000 crores ആയിരുന്നു.
1,63,000. 23-24 കഴിഞ്ഞ വർഷം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 1,76,000 crores ആയിരുന്നു. ഇപ്പോൾ അതായത് 21-22 163 നിന്നും ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ കണക്കാക്കുന്നത് 1,68,000 ഉള്ളൂ. അപ്പം മൊത്തം സ്പെൻഡിങ് ഈ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്താലാണ് വളർച്ചയുണ്ടാവുക. സാധാരണ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം. ഗവൺമെൻറ് സൈസ് ഓഫ് ദ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അതിൽ നമുക്ക് വേണ്ടവണ്ണമുള്ള ഒരു ഇൻക്രീസ് സൈസ് ഓഫ് ദ ബഡ്ജറ്റിൽ വരുത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതൊരു ഒബ്സർവേഷൻ. ഓക്കെ, ശ്രീ നിർമ്മൽ എബ്രഹാം, നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് മുൻപ് സംസാരിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്കായിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ഹ്രസ്വമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ബജറ്റ് വളരെ ദീർഘമായി തന്നെ അതേക്കുറിച്ച് പറയുകയാണ്. 8 വർഷം മുൻപ് നാം കണ്ട കേരളമല്ല ഇന്നത്തെ കേരളം. അതുകൊണ്ടുള്ള ബഹുമുഖ ബൃഹത് പരിപാടികൾ, ആ ആമുഖത്തിൽ നിന്ന് നേരെ എത്തി ധനമന്ത്രി ലാൻഡ് ചെയ്യുന്നത് സ്വകാര്യ മേഖലയ്ക്കായി എവിടെയൊക്കെ വാതിൽ തുറന്നിടുന്നു എന്നതിലേക്കാണ്. അത് പലതും പ്രതീക്ഷ നൽകുന്ന പദ്ധതികളുമാണ്. അങ്ങനെ ആ രീതിയിൽ കൂടി നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ബജറ്റായി ഇത് മാറുകയല്ലേ? മറ്റ് പദ്ധതികൾ, അലോക്കേഷൻസ് അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലേക്ക് വരുന്നു. ഒപ്പം സൂര്യോദയ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ എന്താണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി പറഞ്ഞു വെക്കുകയല്ലേ ധനമന്ത്രി? അത് തന്നെയാണ് ചൈനീസ് ഗ്രോത്ത് മോഡൽ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം ചൈനയുടെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന 1978 അവർ ക്യാപിറ്റലിസത്തിലേക്കും ഓപ്പൺ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്തപ്പോഴാണ് അവർക്ക് സക്സസ് ഉണ്ടായത്. അതേ മോഡൽ ഒരു സക്സസ് വിഴിഞ്ഞം പോർട്ട് വരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുള്ളത് നല്ല കാര്യം. അങ്ങനെ ഉണ്ടായാൽ എന്താണ് ഈ ചൈനീസ് മോഡൽ എന്നുള്ളത് ആളുകൾക്ക് വ്യക്തമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ബഡ്ജറ്റ് അദ്ദേഹം പ്രഖ്യാപിക്കും പോലും. അതായത് ഇത്ര ഉള്ളൂ. നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ ചൈന 1978 US-ന്റെ 20-1 മാത്രം സൈസ് എക്കോണമിക്കൽ സൈസ് ഉണ്ടായിരുന്ന ലോകത്തെ ദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അതിൽ നിന്ന് അടുത്ത 40 വർഷം കൊണ്ട് 50 ഇരട്ടി വർധനം അവർക്ക് എക്കോണമിയിലുണ്ടായി. അവരിപ്പം അമേരിക്കയെ പോലും വെല്ലുന്നൊരു എക്കോണമി ആയിട്ട് വളർന്നു. ആ ലെവലിൽ കേരളത്തിന് വളരാൻ പറ്റും. ആ ലെവലിലോട്ട് കേരളം മാറാൻ പോവാണ് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ അത് പ്രാക്ടിക്കൽ ആകുമെങ്കിൽ. പക്ഷെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, ഈ പറഞ്ഞിരിക്കുന്ന പല പ്രഖ്യാപനങ്ങളും ഇപ്പം വിഴിഞ്ഞ ഉൾപ്പെടെയാണെങ്കിലും പ്രഖ്യാപനങ്ങളിലൊക്കെ ക്ലാരിറ്റി വരാനുണ്ട്. അതിപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പോലും പല പദ്ധതികളും, ഫോർ എക്സാമ്പിൾ ലൈഫ് മിഷൻ 1200 കോടിയോളം മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 717 മാറ്റി വെച്ചു. പക്ഷേ ഇതിൽ എത്ര യൂട്ടിലൈസ് ചെയ്തു അല്ലെ എത്ര എക്സ്പെൻഡ് ചെയ്തു എന്ന് നോക്കുമ്പോഴാണ് ആളുകൾക്ക് സംശയം വരുന്നത്. ഇപ്പം ലൈഫ് മിഷൻ ആണെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം 717 ഏകദേശം 2.69% മാത്രമാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എക്സ്പെൻഡ് ചെയ്തത്. അതേപോലെ KSRTC ആണെങ്കിലും പ്രോമിസുകൾ തന്നിരുന്നു. 2016 മുതൽ 5 വർഷമായിട്ട് CNG ബസ്സുകൾ കൊണ്ടുവരുന്നു പറഞ്ഞു. പക്ഷെ 5% പോലും CNG ബസ്സുകൾ വന്നില്ല. KSRTC 2022 പ്രോഫിറ്റബിൾ ആക്കുമെന്ന് ഓരോ ബഡ്ജറ്റിലും മാറി മാറി പറഞ്ഞു. പക്ഷെ പ്രോഫിറ്റബിൾ ആക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഒന്നുകൂടെ വഷളായി KSRTCയുടെ കാര്യം. ഇതേപോലെ പല സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസും ഉണ്ട്. ഇപ്പം ആശാകിരണം, വയോമിത്രം തുടങ്ങിയ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 19ഓളം സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൽ 152 കോടിയോളം രൂപ മാറ്റി വെച്ചിട്ടും ഇതുവരെ 36% മാത്രമാണ് എക്സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് കണക്കുകൾ കൊണ്ട് കളിക്കുമ്പോൾ ആളുകൾ യഥാർത്ഥമായിട്ട് എത്ര എക്സ്പെൻഡ് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ വ്യക്തമാക്കാൻ മന്ത്രിക്ക് കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ടൂറിസം മാത്രം വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ചെറിയൊരു ഇതിൽ തന്നെ നിർത്താം. ടൂറിസം പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ടൂറിസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ നാട്ടിലെ ഓണവും പൊങ്കാലയും നവരാത്രിയും ശിവരാത്രിയും വിഷുവും ഒക്കെ ഉണ്ട്. അപ്പം ഫെസ്റ്റിവൽ ടൂറിസത്തിന് വലിയൊരു സ്കോപ്പ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം മഞ്ഞും മലയുള്ള മൂന്നാറും കരിമീനും കായലും ഉള്ള കേന്ദ്ര ബജറ്റിലെ സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ഈ സംസ്ഥാന ബജറ്റിലും കാണുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ ടൂറിസം ആണെങ്കിലും ഹെൽത്ത് ടൂറിസം ആണെങ്കിലും മെഡിക്കൽ ടൂറിസം, അദ്ദേഹം മെഡിക്കൽ ടൂറിസം എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, മെഡിക്കൽ ഹബ്ബ് ആക്കുന്നതാണ്. പക്ഷെ അവിടെ ഒരു ചലഞ്ച് ഉണ്ട്. ആയുർവേദത്തിനെ മാത്രം ബേസ് ചെയ്താണ് ഇപ്പോൾ ഒരു മെഡിക്കൽ ഹബ്ബായിട്ട് വേണേൽ കാണാവുന്നത്. കേരളം ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതാണെങ്കിലും ഇൻക്രിമെന്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ റാങ്ക് 15ആണ്. അതായത് മൂക്കില്ല രാജ്യത്തെ ഒരു മുറുമുക്കൻ രാജാവായിട്ട് അവിടെ നിൽക്കുവാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നില്ല. എനിക്ക് 95 മാർക്ക് ഉള്ളപ്പോഴും ഞാൻ 1ാം റാങ്കുകാരനാണ്, 80 മാർക്ക് ഉള്ളപ്പോഴും ഞാൻ 1ാം റാങ്കുകാരനാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ വളർന്നു എന്നുള്ള, ബാക്കിയുള്ളവർ എന്റെ ഒപ്പം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കേരളം ആ സെൻസിൽ വളരാൻ നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. CS സുജാത കൂടി നമുക്കൊപ്പം ഉണ്ട്. ശ്രീമതി CS സുജാത, ആന്റണി സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയം വരുമ്പോൾ KN ബാലഗോപാൽ SFIയുടെയും DYFIയുടെയും ഒക്കെ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം അന്ന് സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരത്തിൽ പങ്കെടുത്ത നേതാവാണ്. ഒപ്പം TP ശ്രീനിവാസനെ കരണക്കുറ്റിക്ക് അടിക്കുന്നത് ഈ കോവളത്ത് നടക്കുന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നു എന്ന ആക്ഷേപം ചുരിഞ്ഞുകൊണ്ടാണ്. ഇന്ന് അതേ KN ബാലഗോപാലിനും ഇടതുപക്ഷ സർക്കാരിനും സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് എത്തേണ്ടി വന്നു എന്നതിൽ സുജാതയുടെ അഭിപ്രായം എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അതായത് ഇന്ന് എല്ലാ വിഭാഗത്തെയും കണ്ടുകൊണ്ട് തന്നെയാണ്, വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ
ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. കേന്ദ്രം കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ തന്നെ പരാമർശിക്കുകയുണ്ടായി. കാരണം പല നിലയിൽ ഇപ്പോൾ കോടതിയെ സമീപിച്ച കാര്യം നമുക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു. സമാനമായി മറ്റു സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്രത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വരുന്നു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ധനമന്ത്രിയുടെ ബഡ്ജറ്റിലൂടെ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അങ്ങൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, വലിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന്. അത് ധനകാര്യമന്ത്രി തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലൂടെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പണ്ട് നിങ്ങൾ സമരം ചെയ്തില്ലേ, ശരിയാണ്. പൊതുമേഖലയെ പൂർണ്ണമായും തകർക്കാനുള്ള ഒരു സമീപനം കണ്ട ഘട്ടത്തിലെല്ലാം സമരം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ സമീപനമല്ല. ഇപ്പോൾ വിദ്യാഭ്യാസം തന്നെ അങ്ങെടുത്ത് നോക്കിയേ, പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും നന്നായി ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പണ്ടത്തെ സ്കൂളുകൾ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലെ സ്കൂളുകളല്ല ഇന്നത്തെ സ്കൂളുകൾ. ഇന്ന് അടിസ്ഥാന വികസന മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ നോക്കിയേ നിങ്ങൾ, അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റം. നമ്മുടെ സ്കൂളുകൾ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഇന്ന് നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്ന സർക്കാർ വിദ്യാലയങ്ങളല്ല ഇന്നത്തെ സർക്കാർ വിദ്യാലയങ്ങൾ. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ അഖിലേന്ത്യാ ലെവലിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അടക്കം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിത്തീരുന്നു. ഈ ഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ മേഖലയ്ക്ക് കുറച്ചുകൂടി പരിഗണന കൊടുത്തുകൊണ്ട് ഈ ചൈനീസ് വികസന സോണുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെങ് സിയോപിങ്ങിന്റെ ഒക്കെ കാലത്ത് പറയുന്നൊരു വാചകമുണ്ട്, താങ്കൾക്കടക്കം അറിയാമല്ലോ. പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ളതാണ് ചൈനീസ് എക്കണോമിയുടെ ഒരു പഴമൊഴി. അപ്പോൾ അതേ മാതൃകയിലേക്ക് ഇനി എന്തും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. സോഷ്യലിസം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും നാട് വികസിച്ചാൽ മതി. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് കടന്നു പോകാൻ ഏതു മാറ്റത്തിനും ഈ സർക്കാർ തയ്യാറാണ് എന്നുള്ളൊരു തുറന്നുള്ളൊരു പ്രഖ്യാപനമാണ്. ഇനി ഇവിടെ സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ ആശയങ്ങൾ പറഞ്ഞിരിക്കാൻ സമയമില്ല. ഇനി നമുക്ക് നാടോടുമ്പോൾ നടുവേ തന്നെ ഓടണം എന്ന പ്രഖ്യാപനമായി തന്നെ കാണാം ബഡ്ജറ്റിനെ, അല്ലേ? അല്ല, ചൈന അവരുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചൈന അവരുടെ സവിശേഷമായ ചൈനയുടെ പ്രത്യേകതക്കനുസരിച്ച് അവരുടെ പദം വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടല്ല. ശ്രീ അരുണും ശ്രീ സുജയും എല്ലാം തന്നെ ചൈനയിൽ പോയി അതെല്ലാം കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കത് 2 പ്രാവശ്യം കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കൃത്യമായി തന്നെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരവരുടെ പട്ടിണി എങ്ങനെ മാറ്റാം. ചൈന നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഒരുപാട് പേർ പട്ടിണി കിടന്ന രാജ്യം. എങ്ങനെയാണ് അവരുടെ പട്ടിണി ഓരോ പ്രദേശത്തും മാറ്റുന്നതെന്ന് കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വലിയ നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവരവരുടെ അടിസ്ഥാന തത്വം, അവർ സോഷ്യലിസത്തിന് വ്യതിചലിച്ചുകൊണ്ടല്ല, കൃത്യമായി തന്നെ ഇവിടെയും നമ്മുടെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഒരു തരത്തിലും ഈ ഗവൺമെൻറ് മാറില്ല. കൃത്യമായി നമ്മൾ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിലടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് വിഭവങ്ങൾ സമാഹരിച്ചേ കഴിയുള്ളൂ. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് വരുന്നു. അവരുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കണം. കേന്ദ്രം മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. ഒരു ഭാഗത്ത് കേന്ദ്രത്തിൻ്റെ സമീപനം തുറന്നു കാണിക്കാൻ സമരം ചെയ്യും. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ ആ ഒരു ബേസിക് സ്ട്രക്ചറിന് കുഴപ്പം വരാത്ത രൂപത്തിൽ നിക്ഷേപങ്ങളടക്കം സ്വീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയും വരും. ഓക്കെ, ശ്രീ സന്ദീപ് വാര്യർ, കേന്ദ്ര അവഗണനയിൽ ഒരു പ്ലാൻ ബി ഉണ്ടെന്ന ധനമന്ത്രി തന്നെ ഇന്ന് ബജറ്റ് പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബജറ്റ് പ്രസംഗത്തിൽ അത് ഉൾപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്രം എങ്ങനെയൊക്കെ അവഗണിക്കുന്നു, സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന ആഹ്വാനവും ബജറ്റിന്റെ ഭാഗമായി വരുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ ശ്രീമതി CS സുജാത ചൂണ്ടിക്കാണിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയത്തിലേക്ക്, അതായത് സ്വകാര്യ മൂലധനം വരുന്നതിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതും ഇതേ കാര്യങ്ങളിൽ FDI വന്നപ്പോഴൊക്കെ വിമർശനം ഉയർത്തിയതും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സർക്കാരിൻ്റെതൊരു നയം മാറ്റമാണോ, മറ്റൊരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു നയം മാറ്റത്തിലേക്ക് എത്തിപ്പെടുന്നതാണോ? എങ്ങനെയാണ് BJP ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്? സുജയ, ഞാൻ ഈ കേന്ദ്ര അവഗണന എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ നിരവധി ചർച്ചകളിൽ പങ്കെടുത്തുള്ളതുകൊണ്ടും ഒരേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടും ആ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലതവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് അരോചകമായി തീരും. ഇവിടെ ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് സുജയ തന്നെ സൂചിപ്പിച്ചതുപോലെ
CPM സൈദ്ധാന്തികമായി വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ മാറ്റത്തിന് തയ്യാറായി, ഗത്യന്തരമില്ലാതെ തയ്യാറായി എന്ന് സൂചിപ്പിക്കുന്ന ചില വാചക പ്രയോഗങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവരൊരു സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി CPM തയ്യാറാവുകയാണ്, അത്തരത്തിൽ മാറ്റത്തിന് അവർ തയ്യാറാവുകയാണെങ്കിൽ അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ അവർ തയ്യാറാകണം, അവരത് ഏറ്റുപറയാൻ തയ്യാറാകണം. അപ്പോഴും ഇത് ഈ ചൈന പണ്ട് ന്യായീകരിച്ചതുപോലെ ഒരു നെറേറ്റീവ്, ഒരു ഫേക്ക് നെറേറ്റീവ് ഉണ്ട്, ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സുജാത മാഡവും ആവർത്തിക്കുന്നത്. അതൊരു ഫേക്ക് നെറേറ്റീവാണ്. എന്ന് ചൈന കമ്മ്യൂണിസം വിട്ട്, അല്ലെങ്കിൽ ചൈന ഗ്ലോബൽ മാർക്കറ്റിനെ പുൽകിയോ, ചൈന എന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അന്ന് അവിടെ സ്വകാര്യ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ പാടെ മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ചൈനീസ് മോഡൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു തരത്തിലുള്ള സോഷ്യലിസവും ഇല്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിസവും ഇല്ല. ഇതൊരു ഫേക്ക് നറേറ്റീവാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ആശ്വസിപ്പിക്കാനുള്ള, അതല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അഭിരമിക്കുന്ന സുജാതയെ പോലെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ഫേക്ക് ചൈനീസ് നറേറ്റീവാണ് ഡെവലപ്മെന്റ് വിത്ത് ചൈനീസ് സവിശേഷതകളുള്ള, ചൈനീസ് സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. അതൊരു തട്ടിപ്പാണ്. അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രൈവറ്റൈസേഷന്റെ പോളിസിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ പ്രൈവറ്റൈസേഷനെ കുറിച്ചൊക്കെ നമ്മുടെ രാജ്യത്തിന്, അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസി ഉണ്ട്. ഏതൊക്കെ മേഖലകളിൽ സ്വകാര്യവൽക്കരണമാകാം, ഏതൊക്കെ മേഖലകളിൽ സ്വകാര്യ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ പോളിസി ഉണ്ട്. പക്ഷേ ആ പോളിസിയല്ല, ആ കേന്ദ്രത്തിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട പോളിസിയല്ല, അത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന സമയത്ത് ആ പോളിസി ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ആ പോളിസി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള നയങ്ങൾ ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു സ്വകാര്യ ഇൻവെസ്റ്റർ വരുന്ന സമയത്ത്, ഒരു ഉദാഹരണത്തിന് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കേരള സർക്കാരിന്റെ ലാൻഡ് അക്വിസിഷൻ സംബന്ധിച്ച നയം എന്താണ്? കേരള സർക്കാരിന്റെ ലേബർ സംബന്ധിച്ച നയം എന്താണ്? കേരളത്തിലെ പവർ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്താണ്? അത് മാത്രമല്ല, ഇവിടെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് കയറ്റി അയക്കണമല്ലോ, എക്സ്പോർട്ട് ചെയ്യണമല്ലോ, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കണമല്ലോ. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ഈ 4 കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഈ 4 കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. ആ 4 കാര്യങ്ങൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്കും ഇൻവെസ്റ്റ്മെന്റ് വരും. ഇപ്പോൾ അടുത്ത 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് സുജാത മാഡം പറയാൻ തയ്യാറാകണം. അവർ നേരത്തെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയതുപോലെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. 3 ലക്ഷം കോടി രൂപയുടെ FDI എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ അവസരം ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇത് 2014 മുമ്പ് ഇന്ത്യ മരത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മൊബൈൽ ഫോൺ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. എങ്ങനെ 100ലധികം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ മൊബൈൽ നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള കമ്പനി തൊട്ടടുത്ത തമിഴ്നാട്ടിലും കർണാടകയിലും നിങ്ങളൊക്കെ എതിർക്കുന്ന, നിങ്ങളൊക്കെ വെറുക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ ഉൽപ്പാദനം തുടങ്ങി. ടെസ്ല ഇവിടെ ഉൽപ്പാദനം തുടങ്ങി. അതുപോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ, കോർപ്പറേറ്റുകൾ ചൈനയിൽ നിന്ന് വിട്ട്, നിങ്ങൾ ആലോചിക്കണം, കോവിഡ് എന്ന് പറയുന്നത് ചൈനയുടെ സൃഷ്ടിയാണെന്ന് ആരോപിച്ച് ചൈനയിലുള്ള വ്യവസ്ഥിതികളിൽ മനമെടുത്ത് ചൈന വിട്ട കോർപ്പറേറ്റുകൾ എവിടേക്കാ വന്നത്? ഇന്ത്യയിലേക്കാ വന്നത്. ആ ഇന്ത്യയിലേക്ക് വന്ന FDIയിൽ ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് ഡോളറിന്റെ FDI, റെക്കോർഡ് FDI ഇന്ത്യയിലേക്ക് വന്നിട്ട് അതിൽ നിന്നൊരു പെട്ടിക്കട കേരളത്തിൽ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പെട്ടിക്കട തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് 3 ലക്ഷം കോടി രൂപ അടുത്ത 3 വർഷം കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന ഒട്ടും പ്രായോഗികമല്ലാത്ത, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വിൽക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വിൽക്കുന്ന സമയത്ത് എന്താ നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ ഹിസ്റ്ററി, ബാക്ക് ഹിസ്റ്ററി, കഴിഞ്ഞ 7 വർഷക്കാലത്ത് നിങ്ങളുടെ ബജറ്റ് കൂടി എടുത്ത് പരിശോധിക്കണം. നിങ്ങൾ തുടങ്ങിയ കൊക്കോണിക്സ് ലാപ്ടോപ്പ് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങൾ കൊട്ടിഘോഷിച്ച K-ഫോൺ എവിടെ എത്തി? നിങ്ങൾ KSRTCയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള 1000 CNG ബസ്സുകൾ എവിടെയാണ്? പിന്നെ നിങ്ങൾ VSന്റെ മന്ത്രിസഭയിൽ തോമസ് ഐസക് പ്രഖ്യാപിച്ച ഡാമിലെ ചളിയൂറ്റി 500 കോടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 50 ലക്ഷം റുപ്യ കിട്ടിയോ? നിങ്ങൾ ഈ ഇനി മണലൂറ്റി വെക്കുന്ന പറയുന്നത് ഏത് പാരിസ്ഥിതിക പഠനത്തിന്റെ ചോദ്യങ്ങളാണ്. 2 പ്രളയം കഴിഞ്ഞ നാടാണ്, 2 മഹാപ്രളയങ്ങളെ അഭിമുഖീകരിച്ച നാടാണ്. ഏത് പാരിസ്ഥിതിക അനുമതി നിങ്ങൾക്കുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ സന്ദീപ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് CA സുജാത മറുപടി നൽകണം. അതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചൊരു കാര്യമുണ്ട്, പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു, ഇത്തരം വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു, രസകരമായ ഒറ്റ കാര്യം കൂടി, റിയലൈസേഷൻ നടക്കുന്നില്ല, രസകരമായ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ സന്ദീപ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം നോക്കൂ, നമ്മൾ ഇപ്പൊ കട്ടിംഗ് സൗത്ത് ഒക്കെ പറയുന്നില്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയാറുണ്ടല്ലോ.
ഈ ഇന്ത്യയെ ഇങ്ങനെ മുറിച്ച് കാണിക്കാറുണ്ട്. അതിന് പകരം നിങ്ങൾ ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ പരിശോധിക്കുക. ലെഫ്റ്റ് സൈഡിൽ കേരളം മുതൽ അങ്ങോട്ട് മുകളിൽ പഞ്ചാബ് വരെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതാണ്, സാമ്പത്തിക സ്ഥിതിയും പൊതുവെ ഉയർന്നതാണ്. അവിടുന്ന് അധിക തോതിൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നില്ല. മറിച്ച് ആ രേഖയുടെ മറുവശത്ത് റൈറ്റ് സൈഡിലുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ദാരിദ്ര്യമുള്ളത്. ഈസ്റ്റേൺ സൈഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇത്തവണത്തെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ ഫോക്കസ് ഈസ്റ്റ് ആയിരുന്നു. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ഓരോ സ്ഥലവും വികസിക്കുന്നത്, ഓരോ പ്രദേശവും വികസിക്കുന്നത് ഒരു മഹാനഗരവുമായി ബന്ധപ്പെട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏതായിരുന്നു? അത് കൽക്കത്തയായിരുന്നു. ഇന്നത്തെ സംസ്ഥാന ബജറ്റിൽ രസകരമായിട്ടൊരു കാര്യമുണ്ട്. IBMന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എന്തോ വലിയ സംഭവം കൊണ്ടുവരാൻ പോവുകയാണ്, സാങ്കേതിക വിപ്ലവം നടക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. ഈ IBMനെ 1980 കൽക്കട്ടയിൽ നിന്ന് എറിഞ്ഞൊടിച്ചവരാണ് CPM-കാർ. അവർ ബാംഗ്ലൂരിൽ വന്ന് തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, കൽക്കട്ട എന്ന് പറയുന്ന മഹാനഗരം CPM ഭരിച്ച് നശിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ അതിദാരിദ്ര്യവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന മൈഗ്രേഷൻ പ്രശ്നവും. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാം. ഇന്ത്യയിലെ ഞാൻ പറയുന്നത് അല്ല, കേരളം മുഴുവൻ നിങ്ങൾ പഞ്ചാബ് വരെ പരിശോധിച്ചോ? കേരളം മുഴുവൻ പഞ്ചാബ് വരെയുള്ള സംസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു രേഖ ഇങ്ങനെ നോക്കിയാൽ മതി. ഏറ്റവും അതിദരിദ്രരുള്ള, ഏറ്റവും കുറച്ച് അതിദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? പരിശോധിച്ചോ നിങ്ങൾ? ഗോവയും ഗോവ രണ്ടാമതാണ്. പരിശോധിച്ചോ? കേരളം ഒന്നാമതാണ്. സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യേന ഗോവ ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ ഒന്നാമതാരാണ്. അല്ല, ഗോവ ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നാമതാരാണെന്ന് പറയുന്നില്ല. നിങ്ങളോ? ഞാൻ കേരളത്തെ അടക്കമാണല്ലോ പറയുന്നത്. ഒരു പ്രദേശം കേരളം ഒന്നാമതാണ്. CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിച്ച കേരളം അതിദരിദ്രരെ നിഷ്കാസനം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാമതാണ്. അത് സന്ദീപ് വാര്യർ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത് ഗോവയാണ്, ഇപ്പോൾ BJP ഭരിക്കുന്ന ഗോവ. ഒരു മിനിറ്റ് അരുൺ ഒരു സെക്കൻഡ്. നിങ്ങൾ ഈ ഡെവലപ്മെന്റ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വികസനം പറയുന്ന സമയത്ത് മാനവ വിഭവശേഷി പലപ്പോഴും ലോകത്ത് അതൊരു മാനദണ്ഡമാക്കുന്നത് ശരിയല്ല. കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സാമ്പത്തികമായി തകർന്ന രാജ്യങ്ങളിൽ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അത് വളരെ താത്വികമായിട്ടുള്ള വിശകലനമാണ്. അറിയാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് CS സുജാതയോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി കൂടി നമുക്കൊന്ന് കിട്ടണം. CS സുജാത നേരത്തെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇതൊക്കെ പ്രഖ്യാപനങ്ങളാണ്, എത്ര റിയലൈസേഷൻ നടന്നു? ഉദാഹരണത്തിന് നേരത്തെ നിർമ്മൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിക്ക് 717 കോടി രൂപ കൊടുക്കുന്നു. 17 കോടി രൂപ മാത്രമാണ് ആക്ച്വലി ഡെലിവറി ചെയ്തത്. 55% മൊത്തമുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിയലൈസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള വാഗ്ദാനങ്ങളല്ല. ഇതിൽ പല പാക്കേജുകളും തൊട്ടിട്ടേയില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ആരോപണം. സന്ദീപ് വാര്യരുടെ ചോദ്യത്തിനുള്ള മറുപടി കൂടി. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്? CNG ബസിന്റെ കാര്യത്തിൽ നടന്നോ? ഇല്ല. തോമസ് ഐസക്കിന്റെ കാലത്ത് ഡാമിൽ നിന്ന് ചെളിവാരി 500 കോടി ഉണ്ടാക്കും, നടന്നോ? ഇല്ല. വീണ്ടും അതേ പദ്ധതിയിലേക്ക് തിരിച്ചു പോവാണ്, അന്ന് നടക്കാത്തത്. അപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത സുന്ദരമായ ദരിദ്രന്റെ സ്വപ്നങ്ങൾ മാത്രമാണോ ഈ ബഡ്ജറ്റ്? ശ്രീമതി CS സുജാത. ഒരിക്കല അല്ല അരുണേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ നന്നായിട്ടറിയാം. സന്ദീപ് രണ്ട് കാര്യം പറഞ്ഞല്ലോ, കൽക്കട്ടയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും. ഇപ്പോഴും ഇവർക്ക് ഭരണത്തിലെത്താൻ കഴിയാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് കൽക്കത്തയും കേരളവും. കാരണം ഏതെല്ലാം തരത്തിൽ ഇവർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ബഡ്ജറ്റിലൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് പരിമിതികൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ്. ഈ പറഞ്ഞതെല്ലാം കൃത്യമായ രൂപത്തിൽ യാഥാർത്ഥ്യം. ഇപ്പോൾ ലൈഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ 3,85,000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ ഓരോ മേഖലയും നമ്മൾ എടുത്തു നോക്കിയേ, കുറേ അധികം മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് വരുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ശ്രീ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് 3 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ കഴിയും. ബന്ധപ്പെട്ട് പറഞ്ഞു ടൂറിസം മേഖലയിൽ 5000 കോടി രൂപ എന്നാണ്. ഞങ്ങളടക്കം ആദ്യം തെറ്റിദ്ധരിച്ചു. സർക്കാർ 5000 കോടി രൂപ ടൂറിസം മേഖലയിൽ നിക്ഷേപം നടത്താൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കിയത്. പിന്നീട് ധനമന്ത്രിയോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സ്വകാര്യ നിക്ഷേപം 5000 കോടി എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പലിശരഹിത വായ്പയായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്.
അതിനെന്താ അതെന്താ അതിന് തെറ്റെന്താ? നമ്മുടെ തെറ്റല്ല. ഈ കേരളത്തിലോട്ട് 3 വരുമല്ലോ ലക്ഷം- ആളുകൾ. അടിസ്ഥാന 3 ലക്ഷം കോടി നമ്മൾ എങ്ങനെ എത്തും അല്ല, സാർ? അതാണ് ചോദ്യം. അതിലൊരു ആശങ്കയും അരുണിനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ വേണ്ട. കൃത്യമായി തന്നെ എത്തിക്കാൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. വളരെ കൃത്യമായി ധനകാര്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിലൂടെ എങ്ങനെയാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്ന് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ മുമ്പിൽ ഈ പ്രതീക്ഷ വെക്കുന്നു. നല്ല നിലയിൽ എങ്ങനെ സമാഹരിക്കാൻ കഴിയും? ഇപ്പോ പ്രവാസികൾ അവരുടെ സഹായം കൃത്യമായി നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. നദികളിലെ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. 3,91,000 കോടി രൂപ കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം 2,38,000 ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെയാണ് നമ്മൾ 3 ലക്ഷം രൂപ. അല്ല, കേന്ദ്രത്തിന്റെ ശ്രീ സന്ദീപ് വാര്യർ കേന്ദ്രത്തിന്റെ കടം എത്ര? കേന്ദ്രം കടമെടുക്കുന്നില്ലേ? 205 ലക്ഷം. ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണല്ലോ ഇന്ത്യ. 205 ആ ലക്ഷം. ലക്ഷക്കണക്കിന് കോടി രൂപ കടം കേന്ദ്രത്തിനെടുക്കാം. കടമെടുക്കുന്നതാണ് മഹാഭാവമാണോ? കടമെടുത്ത് രാജ്യത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. അതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നത്. അത് പറയട്ടെ. സൂചിപ്പിച്ചല്ലോ മുന്നോട്ട് പോവുകയാണെന്ന്. തിരിച്ചടയ്ക്കാനുള്ള വഴി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇടപെട്ട് സന്ദീപ്. ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല സുജയ, ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നാണ്. ഇവിടെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. അതിദരിദ്രരെ പൂർണ്ണമായും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി 34 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പദം പോലും നിങ്ങളുടെ ബഡ്ജറ്റിന്, കേന്ദ്ര ബഡ്ജറ്റിനകത്തിൽ വന്നോ? ഇവിടെ എല്ലാ മേഖല ഏറ്റവും അധികം തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന മേഖലകളെയാകെ തന്നെ, പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായ മേഖലയാകെ തന്നെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോ അടിസ്ഥാന വികസന മേഖലയിലെ വലിയ തോതിലുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശ്രീ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് തന്നെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയോ ഏറ്റവും അധികം പട്ടിണിയുള്ള ഇന്ത്യയിലെ 4ാമത്തെ സംസ്ഥാനമാണ് ശ്രീ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ്. എങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്? അതുപോലെയാണോ ഈ കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നത്? കേരളത്തിലെ ഈ ബഡ്ജറ്റിൽ കൂടുതൽ മുന്നണിയിലെ നിങ്ങളുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ആണ് സുജാത. അത് ഞാൻ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് സ്വീകരിച്ച തെറ്റായിട്ടുള്ള നയസമീപനങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവരവരുടെ നയസമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് BJPക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യവും കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ പണിയും അവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജനത ഈ ഗവൺമെന്റിന്റെ കൂടെ തന്നെ നിൽക്കും. ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലത്തെ ശ്രീ പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനം കേരളത്തിൽ 5 വർഷം നോക്കി വിലയിരുത്തിക്കൊണ്ടാണല്ലോ ഒരു തുടർ ഭരണത്തിന് അവസരം ലഭിച്ചത്. ഈ തുടർ ഭരണകാലത്ത് ഏതിനെല്ലാം മുൻഗണന കൊടുക്കണം അത് ഈ ബഡ്ജറ്റിനകത്തിലുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. റബ്ബർ കർഷകര് ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഒരു വർത്തമാനം പറഞ്ഞോ? ഇറക്കുമതി വർദ്ധിപ്പിച്ച് ബഡ്ജറ്റ് ഞങ്ങള് റബ്ബർ കൃഷിക്കാരെ സഹായിക്കും. ഇവിടെ നമ്മൾ 10 രൂപ കൂട്ടി 180 ആക്കി. അത് നല്ലതാണെന്നൊന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് അത് തീർച്ചയായിട്ടും കൊടുക്കും. ശ്രീ അരുൺ, 5 വർഷം ഈ ഗവൺമെന്റ് 5 വർഷത്തേക്കാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം കൃത്യമായി ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്നതിന്. പക്ഷെ ഇപ്പോൾ കൊടുക്കണമെങ്കിൽ കാശ് നമുക്ക് വേണം. തീർച്ചയായിട്ടും സുജയ, ഒരു സങ്കടവും സുജയ്ക്ക് വേണ്ട. ഈ ഗവൺമെന്റ് ജനങ്ങൾ കൊടുത്ത വാഗ്ദാനം 5 വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കുക തന്നെ ചെയ്യും. ഈ ഗവൺമെന്റ് എന്തിനാ നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നതെന്നാ കേന്ദ്രം ചോദിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ കേരളം പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്ന്. ഈ കൃത്യമായി കുടിശ്ശിക വരാതിരിക്കാനാണ് പെൻഷൻ. ഞങ്ങൾ ആ പങ്കാളിത്ത വിഷയത്തിലേക്ക് കൂടെ തിരിച്ചു വരാം. എക്കണോമിക്സിലേക്ക് പോയിട്ട് വരണം. അതെ, അല്ല, ഞാൻ ക്ഷേമ പെൻഷൻ, നമുക്ക് പെൻഷനും പങ്കാളിത്ത പെൻഷനും ക്ഷേമ പെൻഷനും സാമൂഹ്യ ക്ഷേമം നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യ വികസനവും പട്ടിണി നിർമ്മാർജ്ജനവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആദികേശവനിലേക്ക് എത്തിയാൽ ഈ 3 ലക്ഷം കോടിയുടെ കണക്ക് താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ശ്രീ ആദികേശവൻ? കാരണം
ഈ മൊത്തം സർക്കാരിന്റെ ചെലവ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,68,407 കോടി രൂപയായിട്ട് ഉയരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇപ്പോൾ നിലവിലത് 1,58,738 കോടി രൂപയാണ് സർക്കാരിന്റെ മൊത്തം ഒരു വർഷത്തെ ചെലവ്. അപ്പോഴാണ് 3 വർഷം കൊണ്ട് ഓരോ ലക്ഷം രൂപ വീതം നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപം ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മൊത്തം ബഡ്ജറ്റിന്റെ 100% വർധനമുണ്ടാവുന്നു എന്നുള്ളതാണ്. അതേസമയം നമ്മളുടെ കമ്മി എന്ന് പറയുന്നത് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് ആദികേശവൻ? ആ കണക്ക് അതൊരു ബോഗസ് കണക്കാണോ, ഈ 3 ലക്ഷം കോടിയുടെ നിക്ഷേപ സ്വപ്നം? അല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഈ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കാരണം ശ്രീ ബാലഗോപാൽ ധനമന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന് വേണ്ടുന്ന, ഇത് നടപ്പാക്കി കിട്ടാൻ വേണ്ടുന്ന വിഭവസമാഹരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും എങ്ങനെയുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത കുറവുണ്ട്. അതിന് ഉത്തരമുണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാരണം ഈ 3 ലക്ഷം കോടി 3 വർഷം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കണക്ക്, ജനറലായിട്ടുള്ളൊരു കണക്കെടുത്താൽ 1 ലക്ഷം കോടി ഈ വർഷം നമുക്ക് നിക്ഷേപമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ഈ വർഷം അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു 12 മാസം, ഇന്ന് തൊട്ട് 12 മാസം എന്നുള്ള കണക്കാക്കുക, അല്ലെങ്കിൽ 15 മാസം, എത്രയും ആയിക്കൊള്ളട്ടെ. ഈ 1 ലക്ഷം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒരു പുഷ്, ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് അതിന് വേണ്ടി വരും. ഒരു ജനറലി ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 10, 20, 20,000 കോടിയെങ്കിലും മൊത്തത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിന് വേണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം കൊണ്ടുവരേണ്ടി വരും. അവിടെയാണ് എനിക്കൊരു ആശങ്ക. അല്ല അരുൺ, അല്ല, ഞാൻ കണക്കിലേക്ക് വരികയാണ്. അതായത് വിഴിഞ്ഞം പദ്ധതി നല്ലതാണ്, വിഴിഞ്ഞത്തിന് അനുബന്ധമായിട്ടുള്ള വിഴിഞ്ഞം ഹബ്ബ് ഐഡിയ ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മളെല്ലാം ആശങ്കാവേണ്ട ഒരു കാര്യം മാത്രമല്ല, ഈ വർഷം തന്നെ 500 കോടി രൂപ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടി സർക്കാർ തന്നെ മാറ്റിവെക്കും. പിന്നീടാണ് ഹബ്ബ് വരുന്നതും 50 ഏക്കർ പരിസരത്തേക്ക്, 50 കിലോമീറ്ററിന്റെ പരിസരത്ത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാവുന്നതും. പക്ഷേ ഡോക്ടർ അരുണും മറ്റുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും സമയം കിട്ടുമ്പോൾ ബജറ്റ് ഇൻ ബ്രീഫ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ പേജ് ക്യാപിറ്റൽ ഔട്ട്ലേ കഴിഞ്ഞ 4 വർഷമായിട്ട് 14,000 കോടിക്കും 15,000 കോടിക്കും ഇടയിൽ തന്നെ നിൽക്കുന്നു. അതായത് സർക്കാരിൻ്റെ മൊത്തം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുക 2021-22 14,191. ഈ വർഷം ബഡ്ജറ്റ് ചെയ്ത തുക, കഴിഞ്ഞ വർഷം ചിലവാക്കിയത് 14,398, ചിലവാക്കാൻ ഇനിയും പോകുന്നത് 23-24 അവസാനിച്ചിട്ടില്ല. അപ്പം വലിയ വ്യത്യാസമില്ല. ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത് 15,663 ഉള്ളൂ. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, അതായത് ഈ വലിയ സംഖ്യകൾ നമ്മൾ പറയുമ്പോൾ നല്ലതാണ്, ആ പരിപാടികൾ നടക്കട്ടെ, ആ പ്ലാനെല്ലാം നടപ്പിലാവട്ടെ. പക്ഷേ ഇതിനുള്ള വിഭവം അല്ലെങ്കിൽ ധനം എവിടെ നിന്ന് വരും എന്നുള്ളതിന്, അതായത് ശ്രീ ആദികേശവൻ, ഇപ്പോ സാമ്പത്തിക ശാസ്ത്രത്തിലെ പരിപാടി കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ 1 ലക്ഷം കോടി രൂപ സർക്കാർ നിക്ഷേപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരമാവധി സർക്കാരിന് നൽകാൻ കഴിയുന്ന നിക്ഷേപം എന്ന് പറയുന്നത് നിലവിലുള്ള കണക്ക് പ്രകാരം, ബഡ്ജറ്റിന്റെ തന്നെ കണക്ക് പ്രകാരം 15,000 കോടി രൂപ മാത്രമാണ്. ബാക്കി വരേണ്ടത് 85,000 കോടിയാണ്. അങ്ങനെയല്ലേ? അല്ല, ഈ 15,000 കോടിയും ഈ 1 ലക്ഷം കോടിയുടെ ഭാഗമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ പരമ്പരാഗതമായിട്ട് 14,000 കോടി അല്ലെങ്കിൽ 15,000 കോടി എന്നുള്ള ഒരു തുക നമ്മൾ കാണുന്നു. അതിൻ്റെ ബ്രേക്കപ്പ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പോൾ നോക്കിയാൽ തന്നെ 15,000 കോടി ചിലവാക്കിയാൽ ഈ 1 ലക്ഷം കോടി വരും എന്നുള്ള ഒരു കണക്ക് നമ്മൾ അസ്യൂം ചെയ്താൽ തന്നെ അത്രയും മതിയാവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിൽ പ്ലാൻ ബിയെ കുറിച്ച് പറയുമ്പോൾ ധനമന്ത്രി പറയുന്ന കണക്കുകൾ നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. പക്ഷേ കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ തന്നെ അതിന് മറുപടി നൽകിയ ഒരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. 57,000 കോടിയുടെ വരുമാനക്കുറവ് വരുത്തി എന്നാണ് ഇന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ കണക്കും അദ്ദേഹം എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻസ് എന്നുള്ളതും ആ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമാണ്. 63,430 കോടി നൽകി എന്ന് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ കണക്ക് നൽകിയിരിക്കുകയാണ്.
വരികയാണ്. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യമുണ്ടായിരുന്നു, ഈ വരുമാനക്കുറവ് വരുത്തിയോ എന്ന ചോദ്യമാണ് വന്നത്. അതിന് പങ്കജ് ചൗധരി കൊടുത്തിരിക്കുന്ന കണക്ക് അങ്ങനെയാണ്. 2020 മുതൽ 2024 ജനുവരി വരെ നികുതി വിഹിതമായി നൽകിയ തുകയുടെ കണക്ക് അതനുസരിച്ച് 63,430.93 കോടി ഇത്രയും കൊടുത്തിട്ടുണ്ട്. GST നഷ്ടപരിഹാരമായി 28,054 കോടി കൊടുത്തു. ബാക്കിയുള്ള 737.88 കോടി നൽകാനുള്ള നടപടി സ്വീകരിച്ചു. അതാണ് ഇന്നിപ്പോൾ കേന്ദ്രം ഈ ബജറ്റ് വന്നതിന് ശേഷം കൊടുത്തിരിക്കുന്ന മറുപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ, ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ ശ്രീ നിർമ്മല എബ്രഹാം? ഇല്ല, എൻ്റെ ഒരു അഭിപ്രായം ഒരു പക്ഷേ ഇച്ചിരി എക്സ്ട്രീം ആയിരിക്കും. എങ്കിലും പ്ലാൻ ബി ആണ് യഥാർത്ഥത്തിൽ പ്ലാൻ. ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പദ്ധതികൾ പലതും ഈ പറയുന്ന പ്രോമിസുകളുടെ പകുതിയും നടപ്പിലാക്കാൻ സാധിക്കില്ല. അത് നിശ്ചയമാണ്. അതിനുശേഷം അടുത്ത ബഡ്ജറ്റിലോ അല്ലെങ്കിൽ 2026 പോപ്പുലസ് ബഡ്ജറ്റിലോ പറയാൻ പോകുന്നത് ഇത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ഒറിജിനലി പ്ലാൻ ബി എന്ന് പറയുന്നതാണ് പ്ലാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ GST നഷ്ടപരിഹാരത്തിന്റെ കേസിൽ അദ്ദേഹത്തിന് പറയാൻ അവകാശമില്ല. കാരണം 5 വർഷമായിരുന്നു അതിന്റെ പീരീഡ്. എല്ലാ സ്റ്റേറ്റുകൾക്കും അത് അവസാനിച്ചു. അതുകൊണ്ട് 12,000 കിട്ടുന്നില്ല അല്ലെ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് കിട്ടിയതും കേരളത്തിനാണ്. സോ അതുകൊണ്ട് അത് പറയുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കമ്പാരിസൺ എടുത്താൽ ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള കർണാടകയും തമിഴ്നാടും യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരിയും തെലങ്കാനയും ആന്ധ്രാപ്രദേശിനും ഒക്കെ ഇതേ അവസ്ഥയില്ല. ഇൻഫാക്ട് കർണാടകത്തിന് നമ്മുടെ ഇരട്ടി നഷ്ടമാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും അവിടെയൊന്നും സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ്. ശരി, സന്ദീപ് വാര്യർ, ഈ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്മാനേജ്മെൻറ്റ് എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകുന്നതെങ്കിൽ ഇന്ന് ബഡ്ജറ്റിൽ സർക്കാർ ആവർത്തിച്ചു പറയുന്നത് നികുതിയേതര വരവിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് നികുതി വരുമാനമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,000 ആണെങ്കിൽ 22,000 ആകുമ്പോഴേക്കും 71,000 നടപ്പ് വർഷം 78,000 അത് ബാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികമാണ് 2 വർഷം കൊണ്ട് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർധനമുണ്ടാകുന്നത്. 23.36% അത് വർദ്ധിക്കുന്നു. 0.05% വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടാവുന്നു. അതേസമയം കേന്ദ്രവിഹിതത്തിന്റെ കാര്യത്തിൽ 4.6% കുറവുണ്ടാവുന്നു എന്നാണ് ബഡ്ജറ്റിൽ പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തിൽ ഇല്ല എന്ന് ബഡ്ജറ്റ് സ്ഥാപിക്കുന്നുണ്ട്. നികുതിയേതര വരുമാനങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് ബഡ്ജറ്റിലെ കണക്കാണ്. അപ്പോൾ പിന്നെ കേന്ദ്രത്തിന് എങ്ങനെ ഘടകവിരുദ്ധമായി മിസ്മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുമെന്ന ചോദ്യവും പ്രസക്തമല്ലേ? മിസ്മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം അതിപ്പോൾ കേന്ദ്രം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ അനുഭവഭേദ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളീയം നടക്കുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത അഫിഡവിറ്റും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശവും പിന്നീട് വീണ്ടും ആ അഫിഡവിറ്റ് തിരുത്തേണ്ടി വന്ന സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് കേന്ദ്രം പ്രത്യേകിച്ച് പറയുന്നതല്ല, വളരെ വ്യക്തമായി നിരവധി പാരാമീറ്റേഴ്സ്, നിരവധി ഇൻഡിക്കേറ്റേഴ്സ് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനം, കേരളത്തിൻ്റെ തന്നെ ധവളപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് രാജ്യത്ത് തന്നെ എക്കണോമിക് സ്ട്രെസ് അനുഭവിക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളം സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ച് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. ഇന്ന് കേന്ദ്രം അക്കാര്യത്തിൽ പാർലമെന്റിൽ മറുപടിയും നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. 3 ലക്ഷം അല്ല, അതിൽ കൂടുതൽ വരാനുള്ള എല്ലാ അർഹതയും കേരളത്തിനുണ്ട്. ഭൂപ്രകൃതി, അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ, നമ്മുടെ തുറമുഖങ്ങളുടെ അവൈലബിലിറ്റി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ട ഒരു സ്ഥലമായിരുന്നു കേരളം. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി പാരാലിസിസ്, നയവൈകല്യങ്ങൾ കൊണ്ടാണ് കേരളം പുറകോട്ട് പോയിട്ടുള്ളത്. നേരത്തെ അരുൺ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്ന സമയത്ത്, നമ്മളെ വികസനത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് അതിനെ നിങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കരുത്. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നയവൈകല്യം കൊണ്ടുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ലേബർ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലാൻഡ് പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനം, അതായത് വൈകിപ്പിക്കൽ ഉൾപ്പെടെ. ഉദാഹരണത്തിന് ഒരു ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് അയാൾ എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധിക്കുമോ അത്രമാത്രം. ഗ്രോത്ത് റേറ്റ് എടുക്കാം. കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണ് സർ? അത് കേന്ദ്രത്തിനേക്കാൾ കൂടുതലല്ലേ? കേരളത്തിന്റെ പെർ ക്യാപിറ്റൽ ഇൻകം 6.06%. കേന്ദ്രത്തിന്റെ 5.9%.
പെർ ക്യാപിറ്റയിൽ വളർച്ചയുണ്ടായിരിക്കുന്നു. 1,64,000 എന്നതിൽ നിന്ന് 1,74,214 രൂപയിലേക്ക് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. 72,000. അപ്പോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാത്രമല്ല, വളർച്ചാ നിരക്കിലും കേരളം മുമ്പിലാണ്. അപ്പൊ പരാജയം അല്ല അരുൺ അങ്ങനെയല്ല. അരുൺ അങ്ങനെയല്ല. അത് നോക്കൂ, നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതായത് കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള ഇൻഡെക്സുകളിൽ എക്കണോമിക്കലി ഒക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിയുള്ളവരെക്കാൾ മുമ്പിലായിരുന്ന ഒരു കാരണമുണ്ട്. കാരണം കേരളം ഇങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അധിനിവേശ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും വിമുക്തരായിരുന്നു. പിന്നെ കേരളം ഭരിച്ചിരുന്ന ആളുകളുടെ അന്നത്തെ രാജകുടുംബം അടക്കം ചില കാര്യങ്ങളിലൊക്കെ അവരെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലും പല മേഖലകളിലും അവർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, തിരുവിതാംകൂർ രാജകുടുംബം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞാൻ അതിലേക്ക് കിടക്കുകയല്ല ചില കാര്യങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പാരാമീറ്ററുകൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിന് പരമ്പരാഗതമായി തന്നെ ചില കാര്യങ്ങൾ കേരളം മുൻപിലായിരുന്നു വസ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളം എത്രയോ മുൻപിലെത്തേണ്ടതായിരുന്നു, ഇതിലും എത്രയോ മുൻപിലെത്തേണ്ടതായിരുന്നു. കേരളത്തിലുള്ള സവിശേഷമായിട്ടുള്ള സാഹചര്യവും എല്ലാ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. ഇവിടെ ശ്രീ സുജാത പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. സുജാത പറഞ്ഞ കാര്യം അത് നോക്കൂ, ഇപ്പൊ UP യെ കളിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു, UP-യുടെ അവസ്ഥ അവർ പറഞ്ഞു. ശരിയാണ്, UP ഒരു ബിമാരു സ്റ്റേറ്റ് എന്നാണ് ഇത്രയും കാലം വിളിച്ചിരുന്നത്. UP മാത്രമല്ല, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെയും അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ അതിന് പ്രത്യേക ഘടകങ്ങളായിരുന്നു. ഒരു 10-20 വർഷക്കാലം മുമ്പുള്ള കഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ UP യെ കളിയാക്കുന്ന സുജാതയുടെ മനസ്ഥിതിയുള്ള മലയാളികൾ ആരെയാണ് കളിയാക്കിയിരുന്നത്? തൊട്ടപ്പുറത്തുള്ള തമിഴിനെ കളിയാക്കിയിരുന്നു, തെലുങ്കിനെ കളിയാക്കിയിരുന്നു. പല നമ്മൾ ഈ ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് നമ്മൾ തമിഴന്മാരെയും തെലുങ്കന്മാരെയും കളിയാക്കിയിരുന്ന ഒരു കാലം ഒരു 90-കളിലുണ്ടായിരുന്നു. അന്ന് കേരളത്തിലേക്ക് വന്നിരുന്ന മൈഗ്രന്റ് ലേബേഴ്സിൽ 99% ഈ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ആളുകളായിരുന്നു. ഇന്ന് ഒരാൾ പോലും വരുന്നില്ല. എന്താ കാരണം? അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു. എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു? അവിടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നടന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വർധനവുണ്ടായി. ഇന്ന് അവരെ കളിയാക്കാനുള്ള ധൈര്യം സുജാതയ്ക്ക് പോലും ഇല്ല. കാരണം അവരുടെ എല്ലാം ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അവര് ഓടി നമ്മളോടൊപ്പമോ നമ്മുടെ മുൻപിലും എത്തിക്കഴിഞ്ഞു. UP-യും അതുപോലെ ഒരു ഓട്ടം ഓടിക്കൊണ്ടിരിക്കും. അവർ സ്പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലല്ല, അരുൺ മറുപടി പറയണ്ട. ഒരു മിനിറ്റ് അരുൺ മറുപടി പറയണ്ട. ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, ഒരു മിനിറ്റ് മറുചോദ്യം ഒന്നും വേണ്ട. ഞാൻ പൂർത്തിയാക്കട്ടെ. ആരും വേണ്ടെന്നേ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് അരുൺ സ്ഥിരം പരിപാടി വേണ്ട. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. സ്ഥിരം പരിപാടി വേണ്ട. അല്ലല്ല, സ്ഥിരം പരിപാടി വേണ്ട. നിർത്ത്. ഞാൻ പൂർത്തിയാക്കട്ടെ. ഒന്ന് പൂർത്തിയാക്കട്ടെ. BJP ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു ഭയമില്ല ഇവിടെ, ഒരു ഭയമില്ല. കാര്യം പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഈ കാര്യം പൂർത്തിയാവുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ കിടന്ന് ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സുജാത പറയുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ UP അടക്കമുള്ള ബിമാരു സ്റ്റേറ്റുകൾ എന്ന് വിളിച്ചിരുന്ന പരമ്പരാഗതമായി വലിയ തോതിൽ പല തരത്തിലുള്ള സാഹചര്യങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയിരുന്ന വിഭജനം ഉൾപ്പെടെ അല്ലെങ്കിൽ അധിനിവേശ ശക്തികളുടെ ആക്രമണം ഉൾപ്പെടെ നേരിട്ടിട്ടുള്ള അത്തരം സംസ്ഥാനങ്ങൾ ഇന്ന് അതിവേഗം അവർ സ്പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അടുത്തൊരു 20 വർഷമോ 10 വർഷമോ കഴിയുന്ന സമയത്ത് അവർ നമ്മളോടൊപ്പമോ നമ്മളിൽ മുൻപോ എത്തുന്ന സമയത്ത് നമുക്ക് അവരെ കളിയാക്കാനും സ്പേസ് ഇല്ലാതെ പോകുമെന്നാണ് സുജാതയോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം. ബംഗാളിൽ ബംഗാളിലും കേരളത്തിലും മാത്രമാണ് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്പേസ് ഇല്ലാത്തെന്ന് പറഞ്ഞു. ബംഗാളിന്റെ കാര്യത്തിൽ അത് ശരിയാണോ? ഞങ്ങൾ നമ്മുടെ പ്രതിപക്ഷമാണ്, 77 MLA ഉണ്ട്, 16 MP ഉണ്ട്. നാളെ ഞങ്ങൾ അധികാരത്തിൽ എത്തില്ലെന്ന് സുജാതയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അവസ്ഥ എന്താ? 35 കൊല്ലം ഭരിച്ചെടുത്ത് നിങ്ങൾ വട്ടപൂജ്യാണ്. ഞങ്ങൾ കേരളത്തിലും 15% വോട്ടുള്ള പാർട്ടിയായി മാറി കഴിഞ്ഞു. ബംഗാൾ നിങ്ങളുടെ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? 3%, 2%. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ കൂടുന്ന 5000 പേരെ വെച്ചുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടേണ്ടി വരികയാണ്. അത്രേ ഉള്ളൂ. കേരളത്തിലെ തൊഴിലാളിക്ക് കിട്ടുന്ന ശരാശരി തുക എത്രയായിട്ടാണ് കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് താങ്കൾക്കറിയാമോ? 792 രൂപയാണ് ശരാശരി. അത് ശരിയാണ്. കാർപ്പൻ്ററുടെ കാര്യത്തിൽ വന്നാൽ 1000 രൂപയിലധികം പോകും. ഗുജറാത്തിലെ ശരാശരി ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. 2002 മുതൽ BJP മാത്രം ഭരിക്കുന്ന ഗുജറാത്തിലെ ഒരു ശരാശരി തൊഴിലാളിക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? കേരളത്തിൽ ഇത് 792 രൂപയാണ്. താങ്കൾ പറയും. അരുൺ, നിങ്ങൾ ഈ കേരളത്തിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അയക്കുന്ന പണം കൊണ്ട് കേരളത്തിലെ തൊഴിലാളികൾക്ക്, അത് മലയാളികളാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്, കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ കൂടുതലുള്ളത്, അവർക്ക് നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പല സ്ഥലങ്ങൾക്കും തൊഴിലാളികൾ കിട്ടുന്ന കൂലിയുടെ കണക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഗുജറാത്തിനെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിൽ നിന്ന് പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇങ്ങോട്ട് വരുന്നില്ല. ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ 700 രൂപയുണ്ട്. ഗുജറാത്തിക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളില്ല. വരുന്നത് എവിടുന്ന്? അല്ല വരുന്നത് എവിടുന്ന്? ഇല്ല. ഗുജറാത്തിലെ തൊഴിലാളിയുടെ ശരാശരി ഇല്ല വരുന്നത് അധികവും ബംഗാളിൽ നിന്നാണ്. 35 അല്ല
ഞാൻ പറയട്ടെ, അരുണ പൂർത്തിയാക്കട്ടെ. ഗുജറാത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് പൊറോട്ട അടിക്കാൻ വരുന്നില്ല. ഞങ്ങളുടെ BJP ഒരു നേതാവ് ഇവിടെ പൊറോട്ട അടിക്കുന്നില്ല. ബംഗാളിലെ CPM നേതാക്കന്മാരെ ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് പൊറോട്ട അടിച്ചു. കാരണം ബംഗാളിലാണ് 35 വർഷം ഭരിച്ച് കൊളാക്കിയിട്ടുള്ളത്. CPM ഭരിച്ച സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് ആൾ വന്നിട്ടില്ല. ഞങ്ങൾ ഭരിച്ച ഇല്ല ഗുജറാത്തിൽ അല്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു ലോജിക് കൊണ്ടുവരണ്ട. ഗുജറാത്തിൽ വന്ന ഇൻവെസ്റ്റ്മെന്റും കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റും ഗുജറാത്ത് കഴിഞ്ഞ 20 വർഷത്തിൽ കൈവരിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും കൈവരിച്ച നേട്ടവും മുന്നേറ്റവും നിങ്ങൾ ഗുജറാത്തിൽ അല്ല. ഞാൻ പറയാം, എനിക്കില്ല. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ അത് 250 രൂപയിൽ താഴെ മാത്രമാണ്. 500 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അല്ല, മറിച്ച് ചോദ്യം ഞാൻ ചോദിക്കുന്നേ, അത്രേ ഉള്ളൂ. ഇനി CS സുജാത അല്ല, അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നേ. അല്ല, CS സുജാത അതൊരു താരതമ്യമേ അല്ല. സന്ദീപ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പഴംപുരാണവുമായിട്ട് നിങ്ങൾ നിന്നിട്ട് ഒടുവിൽ പ്രത്യയശാസ്ത്രം തന്നെ തിരുത്തി ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയെ വരൂ ഇവിടെ എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 4 വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ചുരുങ്ങിയത് 1,20,000-ഓളം കാനഡയിലേക്കും യൂറോപ്പിലേക്കും പോയ ചെറുപ്പക്കാരെങ്കിലും ഈ നാട്ടിൽ നിൽക്കുമായിരുന്നു. അവരിവിടെ പഠിക്കുമായിരുന്നു, അവരുടെ ചെലവാക്കുമായിരുന്നു. അപ്പോൾ ഇത് വൈകി എത്തുന്ന വിവേകമാണോ എപ്പോഴും? ട്രാക്ടർ ആണെങ്കിലും ശരി, കമ്പ്യൂട്ടർ ആണെങ്കിലും ശരി, ഇപ്പോഴിതാ സ്വകാര്യ സർവകലാശാലയാണെങ്കിലും ശരി. ശ്രീ അരുൺ, അങ്ങ് പറഞ്ഞല്ലോ കാനഡയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ കുട്ടികൾ പോകുന്നുണ്ടെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കുട്ടികൾ പോകുന്ന സംസ്ഥാനം ഏതാ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളമാണ്. 4% മാത്രമാണ്. അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം 1-2 കാര്യം അരുൺ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞു വലിയ തോതിൽ ധനകാര്യ മിസ്മാനേജ്മെൻ്റ് ആണെന്ന്. ഇവിടെ നോക്കിയേ, നികുതി വരുമാന വർധനവയിൽ മുന്നിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ ശ്രീ സന്ദീപിനറിയാൻ ഞാനത് സൂചിപ്പിക്കുകയാണ്. അത് ഗുജറാത്തും കേരളവുമാണ്. വലിയ തോതിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിശീർഷ വരുമാനത്തിൽ കേരളം വളരെ 1-ാം സ്ഥാനത്തല്ലേ, വളരെ മുമ്പിലല്ലേ? കാരണം പണ്ട് നമ്മൾ പുറയിലായിരുന്നു ശ്രീ സന്ദീപ്. 1961 മുതലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പുറയിലായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മുമ്പിൽ വന്നത്. തൊഴിലാളി ഇപ്പം യഥാർത്ഥത്തിൽ ഈ തൊഴിലാളിക്ക് കൂലി വർധനവ് വന്നതിന് ചില സാങ്കേതിക പദങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് അങ്ങ് മനസ്സിലാക്കേണ്ടത് 1957 സഖാവ് EMSയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് കേരളത്തിൽ വരുമ്പോൾ 2-3 മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തു. ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ആരോഗ്യം, മറ്റൊന്ന് തൊഴിലാളികളുടെ കൂലി. തൊഴിലാളികളുടെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും നല്ല നിലപാട് കേരളം സ്വീകരിച്ചു. പിന്നെ അങ്ങയുടെ മുമ്പ് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി പറയാൻ അവസരം കിട്ടിയില്ല. അതായത് ഇവിടുത്തെ ചില ദുഷ്പ്രവണത കൊണ്ട് ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞത് കുറച്ച് ശരിയാണ്. കാരണം വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഈ കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. കേരളത്തിൽ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് ആരെയും സ്വീകരിക്കാത്ത സ്ഥലമാണ്. ഇവിടെ യൂണിയനുകളെല്ലാം ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അന്തരീക്ഷമില്ല. അങ്ങേക്കും എനിക്കും അറിയാലോ, ഇപ്പോൾ അന്തരീക്ഷം എല്ലാം മാറിയല്ലോ. ഇന്ന് എല്ലാ വിഭാഗം അങ്ങ് റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ യൂണിയൻ അടക്കം നോക്കിക്കോ, എല്ലാ ട്രേഡ് യൂണിയനുകളും അവരെ ഏറ്റവും നല്ല നിലയിൽ ഇവിടെ വ്യവസായം തുടങ്ങാൻ വരുന്ന ആളുകളെ സഹായിക്കുന്നുണ്ട്. അടിസ്ഥാന വികസന മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള സഹായം നമ്മുടെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് അംഗീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാലം മാറി വന്നിരിക്കുന്നു, കൂടുതൽ ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നു. അപ്പോഴും അടിസ്ഥാന നയത്തിൽ വ്യതിയാനം വരുത്താതെ അവരെയാകെ തന്നെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു. അങ്ങനത്തെ വളരെ സംതൃപ്തമായ നിലയിൽ നമ്മുടെ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. പരിമിതികളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പരിമിതികളെ മുറിച്ച് കടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഇന്ത്യയിലെ മറ്റുതര സംസ്ഥാനങ്ങളുമായി കേരളത്തിന് വന്ന മാറ്റവും കൂടി നമ്മൾ കാണണം. തീർച്ചയായും ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ സൂചകങ്ങൾ കൂടിയാണ്. ഈ കേരളത്തിലെ ഈ ബഡ്ജറ്റിനെ സൺറൈസ് എക്കണോമി എന്നാണ് വിശേഷിപ്പിച്ചത്. ആക്ച്വലി കേരളത്തിൻ്റെ ഈ ബഡ്ജറ്റ് വായിച്ചാൽ അങ്ങനെ ഒരു സൺറൈസ് സെക്ടറിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? ടൂറിസം കേരളത്തെ സംബന്ധിച്ചൊരു സൺറൈസ് എക്കണോമി ആണെന്നാണോ നമ്മൾ കണക്കാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൺറൈസ് സെക്ടറുകൾ ഉണ്ടായിരുന്നു. നിലവിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിരിക്കുന്ന സൂര്യോദയ സാമ്പത്തിക മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ ആദികേശവൻ? സൺറൈസ് സെക്ടറിനെ കുറിച്ചുള്ള പരാമർശം വന്നപ്പോൾ ഞാൻ ഉറ്റുനോക്കി അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നീക്കിയിരിപ്പോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും സ്കീമോ ഒക്കെ ഉണ്ടാവുമെന്നുള്ളത്. ബഡ്ജറ്റ് സ്പീച്ചിൽ ഞാൻ വീണ്ടും വായിച്ചപ്പോൾ സൺറൈസ് സെക്ടറിനെ കുറിച്ചുള്ള റെഫറൻസ് കൂടാതെ പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും സ്കീംസോ പരിപാടികളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പോ ഞാൻ കണ്ടില്ല.
കാരണം പ്രധാനമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്കീം വൈസ് ഉള്ള അലക്കേഷൻ ഒന്നും ഈ ബഡ്ജറ്റിൽ അധികം അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ ഈ 15,000 കോടിയുടെ കാര്യം ഒരു വിശദീകരണം ഉള്ളത്, 15,000 കോടി എന്നുള്ളത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇൻക്രിമെൻ്റലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000 കോടി വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ചെയ്തിരുന്ന 15,000 കോടി മതിയാവില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലും ഈ 1,00,000 കോടിയുടെ വളർച്ച വരണമായിരുന്നു. അപ്പോൾ അതൊരു ക്ലാരിഫിക്കേഷൻ. രണ്ടാമത്തേത് സൺറൈസ് സെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനൗൺസ്മെൻറ്റ് കേസിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അലക്കേഷൻ പല സ്കീംസിൻ്റെയും വ്യക്തതയോ കൃത്യതയോ വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. മൂന്നാമത്തത് ഈ വിഭവം എവിടെ നിന്ന് വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. കാരണം അധിക വിഭവ സമാഹരണം എന്ന് പറയുന്നത് വളരെ അതെ അല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. കാരണം 200 കോടി രൂപ ഇപ്പം ഈ രജിസ്ട്രേഷൻ വളരെ ചെറിയ, ഈ റിസോഴ്സ് മൊബിലൈസേഷൻ വളരെ ചെറിയ എമൗണ്ട്, 200 കോടി രൂപ, 50 കോടി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി കൊണ്ട് 25 കോടി, 30 കോടി, മൊത്തം ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ അവസാനം പറയുന്നത് 1,500-1,600 കോടിയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നുള്ള തുക പറയുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം എനിക്ക് വരുന്നത്. കാരണം അതല്ലെങ്കിൽ കേൾക്കാൻ സുഖമുള്ള അനൗൺസ്മെന്റ്സ് ആണ് ഈ ബഡ്ജറ്റിലുള്ളത്. ശ്രീ ആദികേശവൻ, ഒരു കാര്യം കൂടി നമ്മൾ അതിലേക്ക് വരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങയോട് സംസാരിക്കുമ്പോൾ. ജീവനക്കാരുടെ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ചു, പിൻവലിക്കുന്നു, ഇനിയും പഠിക്കുന്നുണ്ടെന്ന് പറയുന്നു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരികെ പോവുകയാണോ എന്നുള്ള ദീർഘകാലമായിട്ടുള്ള ആവശ്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ല. അവിടെയും ഒരു പ്ലാൻ ബി, അത് ഇനിയും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്തായിരിക്കാം ധനമന്ത്രിയുടെ മനസ്സിലുള്ള ഇതിലെ ഒരു പ്ലാൻ ബി? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അത് ശരിയാണ്, സുജയ പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള 2 സ്കീംസേ ഉള്ളൂ. ഒന്നുകിൽ ഓൾഡ് പെൻഷൻ സ്കീം, പല ഗവൺമെൻറ്റുകളും NPS ന്യൂ പെൻഷൻ സ്കീമിൽ നിന്ന് OPSലേക്ക് റിവേർട്ട് ചെയ്തു. അപ്പോൾ അതിൽ വ്യക്തതയുണ്ട്. ഇപ്പോൾ ഇന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് രണ്ടുമല്ല, പക്ഷേ അഷ്വേർഡ് പെൻഷൻ, അതായത് ഈ ന്യൂ പെൻഷൻ സ്കീമിൽ ഒരു അഷ്വറൻസ് ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിൻ്റെ റിട്ടേൺ കിട്ടിയാൽ കൊടുക്കും, കിട്ടിയില്ലെങ്കിൽ ഒന്നും പെൻഷനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഷ്വേർഡ് റിട്ടേൺ സ്കീം എന്ന് പറഞ്ഞു. പക്ഷേ അഷ്വേർഡ് റിട്ടേൺ എത്ര % ആയിരിക്കും? അഷ്വേർഡ് റിട്ടേൺ ഒരു നിശ്ചിത % എന്നുള്ള അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നീക്കിയിരിപ്പ് എന്താണ്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്കീംസിന് നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഷ്വേർഡ് റിട്ടേൺ എന്നുള്ളത് ന്യൂ പെൻഷൻ സ്കീമിനേക്കാളും നല്ലതാണ്. പക്ഷെ അത് ഓൾഡ് പെൻഷൻ സ്കീം അല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും ശരിക്കും പറഞ്ഞാൽ കുറെ ചോദ്യങ്ങളുണ്ട് ഈ പറയുന്നത്. ധനകാര്യമന്ത്രി ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു കാരണവശാലും സ്റ്റാറ്റ്യൂട്ടറിയിലേക്ക് പോവില്ല, ന്യൂ സ്കീമാണ്. പക്ഷേ ആ ന്യൂ സ്കീമിന് ഒട്ടേറെ അത് പഠിക്കണം, അത് പഠിക്കാൻ 3 അംഗ സമിതിയുണ്ട്. മാത്രമല്ല കേന്ദ്രത്തിൽ കിടക്കുന്ന പണമുണ്ട്, ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയുടെ കയ്യിൽ കിടക്കുന്ന പണമുണ്ട്, ആ പണം തിരിച്ചു കിട്ടുമോ എന്നറിയണം. ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ശ്രീമതി CS സുജാത, ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപിലാണ് തൊഴിലാളികൾക്ക്, സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബത്ത റിലീസ് ചെയ്യാമെന്ന് പറയുന്നത്. 6 ഗഡുവാണ് ബാക്കി, അതായത് 18%. അതിൽ 3% മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ആദ്യത്തെ ഗഡു റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഗഡു വാങ്ങിക്കൊണ്ടായിരിക്കും. മാത്രവുമല്ല പങ്കാളിത്ത പെൻഷൻ എന്നുള്ളൊരു വലിയ സ്വപ്നം കൂടി മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്, ഉറപ്പൊന്നും നൽകിയിട്ടുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ കാണാം ശ്രീ അരുൺ. ഈ ഗവൺമെൻറ്റിൽ നല്ല വിശ്വാസമുണ്ട് ജീവനക്കാർക്ക്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ 1 ഗഡു ഇപ്പോൾ മാർച്ചിൽ കൊടുക്കും. പക്ഷേ ഉദ്ദേശിക്കുന്ന ഉള്ള ഗഡുക്കളെല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ട്, 18%. സന്ദീപ് വാര്യർ അല്ല, അത് അവരെ സംബന്ധിച്ച് നമുക്കറിയാം, സംസ്ഥാനങ്ങളോട് വളരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദീപ് ഒന്ന് പറഞ്ഞു, 30 സെക്കൻഡ് സന്ദീപ്, സമയം അവസാനിച്ചു, അതുകൊണ്ടാണ്. അല്ല ഒരു സെക്കൻഡ്, അല്ല ഇത്രയേ ഉള്ളൂ. ഈ കേരളത്തോട് നിഷേധാത്മക പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളോടും നിഷേധാത്മകമായ സമീപനം എന്നാണ്. BJP ഭരിക്കാത്ത ഒട്ടേറെ സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട്. അവർക്കാർക്കും തന്നെ ഇത്തരത്തിലുള്ള വലിയ പരാതികളൊന്നുമില്ല. ഇത്തരത്തിൽ ഇവർ പറയുന്നത് പോലെ സമരത്തിനോ കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഇവരാരും നീങ്ങുന്നില്ല. ഇവിടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ പരാജയം
കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഉണ്ട് പരിശ്രമം. സജീവ്. ഇപ്പൊ എന്തായാലും സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണല്ലോ, കോടതിയിൽ വരുമല്ലോ. ആ കോടതിയിൽ വരുന്നതിന് മുമ്പ് ഇവർ പോയി സമരം ചെയ്തതിന്റെ സാങ്കത്യം കൂടിയാണ് എനിക്ക് മനസ്സിലായത്. കോടതിയെ പോലും വിശ്വാസമില്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവിടുത്തെ നിക്ഷേപത്തിന്റെ കഥയൊക്കെ പറഞ്ഞു. ഇവിടുന്ന് കിറ്റക്സ് എന്തിനാ ഇവിടുന്ന് ഓടിപ്പോയത്, കുറ്റിയും പറിച്ചുകൊണ്ട് പോയത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ എന്തിനാ തെലങ്കാനയിലേക്ക് പോയത്? അതുപോലെ തന്നെ ഇവിടെ എത്രയോ ഇവിടുത്തെ ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ FDI, തമിഴ്നാട്ടിലെ FDI എന്ന് പറയുന്നത് കേരളത്തെക്കാൾ കൂടുതലാണ്. ഇവിടെയും നയം മാറുന്നു എന്നല്ലേ 5% മറ്റേ തമിഴ്നാട്ടിലേക്കാണ് പോയിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെയും നയം മാറുന്നു. എന്തായാലും നയങ്ങൾ മാറട്ടെ, സാമ്പത്തിക മേഖല വളരട്ടെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോൾ 1 ലക്ഷം കോടിയിൽ 15,000 കോടി രൂപ നമുക്ക് മനസ്സിലായി. ബാക്കി 85,000 കോടി രൂപയുടെ നിക്ഷേപം ആര് നടത്തുമെന്നതാണ് ചോദ്യം. അതിന് നമ്മൾ ഏതുതരം അടിസ്ഥാന പശ്ചാത്തല വികസനമാണ് നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വരുന്ന മണിക്കൂറുകളിൽ അതിനുള്ള വ്യക്തത നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തകരില്ല എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാറിലേക്ക് പോകുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനി കാണാം ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ. You are watching Reporter Evening Show.